മുട്ടുവേദന ഉള്ളവർക്കും ജോയിൻസും എല്ലിന്റെ ഒക്കെ ശക്തി കൂട്ടാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് പരിചയപ്പെടുത്തി തരാം. ഇതിന് തമിഴ്നാട്ടിൽ ഉഴുന്ന് കളിക്കഞ്ഞി എന്നാണ് പറയാറ്. ഇത് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കും. 1/2 കപ്പ് തൊണ്ടോട് കൂടിയ ഉഴുന്ന്, അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ച് ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഒരു മുറി തേങ്ങ ചെറിയത്, ഒരു അച്ച് ശർക്കര, 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും, ഒരു 6 ഏലക്കായും. കുതിർത്ത് വെച്ച ഉഴുന്ന് ആദ്യം അരിച്ചെടുക്കാം. എന്നിട്ട് മിക്സിയിൽ ഇട്ടതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഉപയോഗിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. ശർക്കര കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. ചെറിയ തേങ്ങയും ചുക്കും ഏലക്കായും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കത് അടിച്ചെടുത്തതിൻ്റെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അരച്ചു വെച്ച ഉഴുന്നും മാറ്റി വെച്ച വെള്ളം കൂടി ചേർത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ അടുപ്പത്ത് വയ്ക്കുക. ഇനി മെല്ലെ അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ഉഴുന്ന് നല്ലപോലെ വേവുന്നവരെ അല്ലെങ്കിൽ ഉഴുന്നിന് ആ റോ ടേസ്റ്റ് പോകുന്നവരെ നല്ല പോലെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം വേവ് ആയാൽ നമ്മൾ ആദ്യം തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിക്കാം. 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. ശർക്കര നീര് ഓരോരുത്തർക്ക് മധുരം ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിക്കാം. ഉഴുന്നിൽ കാൽഷ്യം, അയൺ, പ്രോട്ടീനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജോയിൻസിനും എല്ലിനെയൊക്കെ ബലപ്പെടുത്താൻ കഴിവുള്ളതാണ്. ഇത് കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ 1 ദിവസമാണ് ഇത് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ തലേ ദിവസം വളരെ ലൈറ്റ് ഫുഡ് കഴിക്കുക. അതിനുശേഷം രാവിലെയും ലൈറ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 11-12 മണി നേരത്തെ ഇത് കഴിക്കുക. ഇനി ഇതിന് ശേഷമുള്ള മീൽ ഇത് നല്ലപോലെ ഡൈജസ്റ്റ് ആയിട്ട് കഴിച്ചാൽ മതി. ആഴ്ചയിൽ 1 ദിവസം ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ നമ്മുടെ ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ബോണും ഹെയറും ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ആയാൽ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെയറിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ അത് സഹായിക്കും. ഇതിൽ നമ്മൾ ചേർക്കുന്ന ഏലക്കായും ചുക്കും നെയ്യും ഒക്കെ തന്നെ ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇതിനു മുന്നേ ഇത് കഴിച്ചിട്ടുണ്ടോ എന്നെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യൂ. അതുപോലെ സ്പൈൻ ആൻഡ് ജോയിന്റ് സംബന്ധമായിട്ടുള്ള എല്ലാ അറിവുകൾക്കും ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ.